വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയും അടുക്കളയിലേക്ക് പോയ ശേഷം സത്യഭാമ അവിടെ ഇരുന്നുകൊണ്ട് ഉള്ളി ഇങ്ങനെ തൊളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവൻ വരാതിരിക്കില്ല, എവിടെന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരും, അന്ന് ഞാൻ അവനെ അകത്ത് കയറ്റില്ല, പുറത്ത് തന്നെ നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജോലിയോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്താണെങ്കിൽ രാഘവൻ നായർ പിള്ളയോട് പോടും അവിടെ നിന്ന്, ഞാനൊന്നും കഴിക്കില്ല, എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് പിള്ളയാണെങ്കിൽ മരുന്നൊക്കെ ആയിട്ട് പുറകെ നടക്കുകയാണ്. രാഘവൻ നായർ കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം എന്താ പിള്ളയെന്ന് ചോദിക്കുമ്പോൾ അതെ രാഘവൻ സാറ് ഗുളിക കഴിക്കുന്നില്ല, ഞാൻ എത്ര നേരമായിട്ട് കൊണ്ട് നടക്കുന്നതെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് മരുന്നൊന്നും വേണ്ട, അസുഖമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇതിപ്പോൾ എന്താ ചെയ്യുക, എല്ലാം കൂടി എൻ്റെ തലയിലാണല്ലോ എന്ന് പറഞ്ഞ് അപ്പം അമ്മ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ ശിവനാണെങ്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്. അന്നേരം വിഷ്ണു വന്നല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ഇങ്ങനെ ഫാമ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം പൈസയൊക്കെ ആയിട്ട് ശിവനാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പിന്നെ മക്കളെ ഇങ്ങോട്ട് പാടാന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു പറഞ്ഞാൽ ഗുളിക കഴിക്കുമോ എന്നിങ്ങനെ ഫാമ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ മിണ്ടുന്നില്ല. അന്നേരം എന്താ ഗുളിക കഴിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പിള്ളയുടെ ഊപ്പാട് വന്നു എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ ശിവനാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പറയുകയാണ്, അച്ഛനോട് അച്ഛന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ അസുഖം വരാതിരിക്കാനും ഗുളിക കഴിക്കണം, അതിനുള്ളതാണ് ഈ ഗുളിക, പിന്നെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ, അപ്പോൾ ഞാൻ തന്നാൽ അച്ഛൻ കഴിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം കഴിക്കാമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിള്ളയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് വാ തുറന്ന് എന്നിങ്ങനെ ശിവൻ കാണിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ രാഘവൻ കാണുമ്പോൾ ശിവൻ ഗുളിക അങ്ങ് വയലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ന് നല്ല കുട്ടിയായിട്ട് ഗുളിക കഴിക്കണം കേട്ടോ എന്നൊക്കെ ശിവൻ പറയുമ്പോൾ രാഘവൻ നായർ തലവലിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ശിവൻ്റെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവനും അതേപോലെ തിരിച്ചും കൊടുക്കുകയാണ്. എന്നിട്ട് ശിവനങ്ങോട്ടുള്ള തറയിൽ ഇരുന്നിട്ടാണ് രാഘവൻ നായർ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ശിവനങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങോട്ട് വന്നേന്നിങ്ങനെ ഫാമ വിളിക്കുകയാണ്. അന്നേരം നീ ഇവിടെ പോവാടാ, നിൽക്കടാ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. പക്ഷേ ശിവനങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പൈസ എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ സോമശേഖരൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നു എന്ന് പറയുകയാണ്. അന്നേരം അയാൾ പണ്ടേ കുഴപ്പക്കാരനാണ്, ഇത്രയും വലിയ തുക അയാളിൽ നിന്നും അയാൾക്ക് കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ അയാളുടെ ഭാര്യയാണെങ്കിൽ താലിമാല വരെ ഊരി തന്നു, പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല, അവരൊരു പാവ സ്ത്രീയാണെന്ന് തോന്നുന്നു, അയാൾ അതൊക്കെ ഊരി തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ശല്യമായിരിക്കും അയാൾ, പക്ഷേ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഫാമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ ഫാമ ഓർമ്മിക്കുന്നുണ്ട്, അന്നൊരിക്കൽ വിഷ്ണു ആണെങ്കിൽ എവിടെയോ പൈസ വാങ്ങിക്കാൻ പോയിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഏതോ ഒരു തുണിക്കടയിലെ പൈസ വാങ്ങിക്കാൻ പോയതാണ്, അപ്പോൾ അയാളുടെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്, അപ്പോൾ കാശൊക്കെ കുറവാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ മതി എന്ന് പറഞ്ഞു എന്നിങ്ങനെ ഫാമ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ രാഘവേട്ടൻ പറയുന്നത് ശരിയാണ്, വിഷ്ണുവിൻ്റെ ചില നല്ല സ്വഭാവങ്ങളൊക്കെ ഇവനുണ്ട് എന്ന്, വിഷ്ണുവിൻ്റെ മനസ്സാണ് ഇവന് എന്നിങ്ങനെ പറയുന്ന ഫാമ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ സത്യമേ എന്നിങ്ങനെ ശിവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫാമ പൈസയൊക്കെ എടുത്തു വയ്ക്കുകയാണ്. അതേസമയം അകത്തു നിന്ന് രാഘവൻ നായർ ചോദിക്കും, എന്തുവാടോ പിള്ളേ എവിടെയും ചോദിക്കുമ്പോൾ അതെ ഈ കണക്കെടുപ്പ് എന്ന് പറയുകയാണ്. അന്നേരം കണക്കെടുപ്പോ, അതെ ഈ പൈസ കാശ് എന്നൊക്കെ ഇങ്ങനെ പിള്ള പറയുമ്പോൾ രാഘവൻ നായർ അവർ സംസാരിക്കുന്നത് നോക്കി അകത്തിരിക്കുകയാണ്. ഇതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിലെ കുറുപ്പ് സാർ എത്തിയിട്ടുണ്ട്. ഉമ്മറത്ത് കയറിയിരിക്കുകയാണ്. ശ്യാമയും ശരിയൊക്കെ ഉണ്ട്. അന്നേരം ശാരദാമ്മ ഇപ്പോൾ കൂടുതൽ സമയം വിഷ്ണുവിൻ്റെ വീട്ടിലാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെയല്ലേ ഇപ്പോൾ ആളില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം അത് സങ്കടം തന്നെയാണ്, ഒരാളെ പെട്ടെന്ന് കാണാതാവുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ്, കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് കുറുപ്പ് സാർ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കവറിൽ നിന്ന് ലഡു എടുത്തിട്ട് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാറിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാരികയ്ക്ക് കൊടുക്കുകയാണ്, ശ്യാമയ്ക്ക് നീട്ടുന്നുണ്ട്. അന്നേരം മധുരമാണല്ലോ, ഇതിപ്പോൾ എന്താ സന്തോഷം എന്ന് ചോദിക്കും. ആദ്യം നീ ഇത് എടുക്കുക എന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ ശ്യാമ അത് എടുക്കുന്നുണ്ട്. അന്നേരം എന്തായാലും മധുരം തരുന്നത് സന്തോഷ വർത്തമാനം തന്നെയാണ്, അപ്പോൾ ശുഭലക്ഷണം തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, പിന്നെ എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്കും എല്ലാവർക്കും സന്തോഷം വന്നുണ്ട്. ഈശ്വര ഭഗവാന്റെ പ്രാർത്ഥന കേട്ടു, എന്താ ജോലി, എവിടെയാ ജോലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറ് പറയുന്നുണ്ട്, എന്ത് ജോലിയായാലും അത് കിട്ടിയല്ലോ, അപ്പോൾ അതിലൂടെയാണ് പിന്നീട് ആ കുടുംബം രക്ഷപ്പെടുന്നത്, വീട്ടുകാരുടെ പിന്നെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നത്, ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്, ആ ഒരു കുടുംബം രക്ഷപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം സാമാന്യം തരക്കേടില്ലാത്ത ജോലി തന്നെയാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ മാനേജർ പോസ്റ്റാണ്. ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസം ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും, അതിനുവേണ്ടി ടിയും പിന്നെ അലവൻസും എല്ലാം ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ അപ്പോൾ ശ്യാമ പെട്ടെന്ന് പറയുകയാണ്, രോഹിത് ആ ഫോൺ ഇങ്ങനെ എടുത്തേ, അമ്മയെ ഞാനൊന്ന് വിളിച്ചറിയിക്കട്ടെ, ഇപ്പോൾ ഇത് പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് എല്ലാവരുടെ കാതുകളിൽ എത്തും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇച്ചിരി ഒരു അഹങ്കാരത്തോടെയാണ് ശ്യാമയോട് സംസാരിക്കുന്നത്. പെട്ടെന്ന് രോഹിത്തിൻ്റെ ഫോണൊക്കെ ഇങ്ങോട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറും രോഹിത്തൊക്കെ ശാരികയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ പറ രോഹിത്തേന്ന് ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തല്ല ശ്യാമയാണെന്ന് പറയുമ്പോൾ മോളെ പറ എന്ന് തന്നെ പറയുന്നുണ്ട്. അന്നേരം
രോഹിത്തിന് ജോലി കിട്ടി. രോഹിത്തിന് ജോലി ഇല്ലാന്നായിരുന്നല്ലോ അവിടെ എല്ലാവർക്കും ഉള്ള പരാതി. അപ്പോൾ ജോലി കിട്ടി, അത് സത്യാമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഇങ്ങനെ ആകെ അഹങ്കാരത്തോടു കൂടിയാണ് ശ്യാമ സംസാരിക്കുന്നത്. അന്നേരം ജോലി കിട്ടിയത് നല്ല വാർത്ത തന്നെയാണ് മോളെ, അതിനിപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്, ഞങ്ങൾ എവിടെയും എത്തില്ല, ഞങ്ങളെ ഇങ്ങോട്ട് പിന്നെ തേച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. അമ്മയ്ക്ക് പിന്നെ ഒരു മോള് മാത്രമല്ലേ ഉള്ളൂ, കളക്ടർ മോളോടും കൂടി പ്രത്യേകിച്ച് പറഞ്ഞുതരാം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് അങ്ങ് വല്ലാതെ നിൽക്കുകയാണ്. കുറുപ്പ് സാറും ഒക്കെ നോക്കുന്നുണ്ട് ശ്യാമയുടെ അഹങ്കാരം കലർന്ന സംസാരത്തിൽ. എന്നിട്ട് ശ്യാമയെ ഇങ്ങനെ രോഹിത്ത് വിളിക്കുമ്പോൾ രോഹിത്തും ചുമ്മാ ഇരുന്നേന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോണും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് രോഹിത്തും കുറുപ്പ് സാറും ശരിയൊക്കെ ഇതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ശ്യാമയുടെ അഹങ്കാരം കലർന്ന ആ ഒരു വർത്തമാനം. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ കളക്ടർ മോളാണെങ്കിൽ നമ്മളെപ്പോഴും ശപിക്കുകയൊക്കെ അല്ല, തേച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ, ഞങ്ങളെങ്ങും എത്തില്ല, ഒന്നിനും കൊള്ളില്ല, പിന്നെ രോഹിത്തിന് കിട്ടിയിരുന്ന ഗുണ്ടാപ്പണിയൊന്നും അല്ല, ഒരു നല്ല ജോലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ കാര്യം അറിയാതെ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. ശ്യാമയാണെങ്കിൽ എനിക്ക് പിന്നെ ഇത് കേൾക്കാനുള്ളൊരു അവസരത്തിലല്ല ഞാൻ നിൽക്കുന്നതെന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ, അതല്ലേലും അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണല്ലോ, എൻ്റെ സന്തോഷത്തിനൊന്നും പങ്കുചേരാനായിട്ട് താല്പര്യമില്ല, സമയമില്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് എപ്പോഴും കളക്ടർ മോളുടെ കാര്യം നോക്കാനല്ലേ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് എവിടെയോ ഒളിച്ചോടി പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, നീ ദൈവദോഷം പറയരുത്, അവൾ മനസ്സറിഞ്ഞ് ശപിച്ചാലുണ്ടല്ലോ നീക്ക് ഭസ്മമായി പോകുമെന്ന് പറയുകയാണ്. അന്നേരം ഒരു ശാപവും അങ്ങോട്ട് ഏൽക്കാനായിട്ട് പോകുന്നില്ല. അമ്മ പുറത്തിറങ്ങി അങ്ങോട്ട് അന്വേഷിച്ച് നോക്കുക. എനിക്കിപ്പോൾ എല്ലാവരെയും മനസ്സിലായി, അമ്മയും കുഞ്ഞേച്ചിയും എൻ്റെ അമ്മായിയമ്മയും എല്ലാവരും എനിക്ക് മനസ്സിലായി. അമ്മ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിച്ച് നോക്കി, നാട്ടുകാർ പറയുന്നത് തന്നെയാണ്, കളക്ടർ മോളുടെ സ്വഭാവ ഗുണം എന്താണെന്ന് വെച്ചാൽ തിരക്കിയാൽ അറിയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്യാമ ഇങ്ങോട്ട് ഫോൺ വെച്ച് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം രോഹിത്തങ്ങ് ആകെ കുറുപ്പ് സാറിൻ്റെ മുന്നിലേക്ക് ആകെ മാനം കെട്ട് നിൽക്കുകയാണ് ഈ ശ്യാമയുടെ സ്വഭാവത്തിൽ. കുറുപ്പ് സാർ ഒരു അക്ഷരം പക്ഷേ മിണ്ടുന്നുമില്ല. ഇതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ വയ്യാത്ത കൈയും കൊണ്ടാണെങ്കിൽ സ്റ്റിക്ക് കുത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കയ്യിൽ തന്നെ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇങ്ങനെ വരികയാണ്. അന്നേരം പിള്ള മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളുമായിട്ട് വരുമ്പോൾ ഇത് കാണുക. അന്നേരം എന്താ സാറേ കാണിക്കുന്നത്, വയ്യാത്ത കൈയും കൊണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, എടോ ഈ ചെടിയൊക്കെ വെള്ളം ഒഴിക്കേണ്ട, അതൊക്കെ വാടി കരിഞ്ഞു പോയി എന്ന് പറയുകയാണ്. അന്നേരം അത് വെള്ളം വരും, പൈപ്പിൽ വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ, അത് വെള്ളം വരുമ്പോൾ ഒഴിച്ചാൽ പോലെയും ചോദിക്കുകയാണ്. അന്നേരം താൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം വൈകിട്ട് കഴിക്കാൻ പറഞ്ഞാൽ ശരിയാവുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതേ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട കുറേ ചെടികളൊക്കെ ഉണ്ട്, അതൊന്ന് മാടി കരിഞ്ഞു പോകെ ശരിയാവില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഒഴിച്ചോളാം, സത്യാമ്മയും കണ്ട എന്നെ വഴക്ക് പറയുമെന്നും പറഞ്ഞ് പിള്ള അത് വാങ്ങി ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം ചോദിക്കുകയാണ്, അപ്പോൾ തനിക്ക് ഈ വെള്ളം തന്നെ ഒഴിക്കണമല്ലേ, വയ്യാത്ത കൈയും കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു, തനിക്ക് അപ്പുറത്ത് പോയി വേറെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചുകൂടെ, ഇടോ കള്ളപ്പിള്ള എന്നൊക്കെ വിളിക്കുകയാണ്. അന്നേരം ഇതിപ്പോൾ തോറ്റല്ലോ ഞാൻ എന്നിങ്ങനെ പറഞ്ഞു, ഞാൻ വേറെ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കൈക്കും കാലിനും ഒക്കെ വല്ലാത്തൊരു നീറ്റല്, ഇന്ന് വിഷ്ണുവിനെ കൊണ്ട് കുഴമ്പിട്ട് തടവിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും വെള്ളം എടുത്തുകൊണ്ട് ഇവിടെയൊക്കെ നടന്നതല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അവനെ എൻ്റെ കുഴമ്പൊക്കെ ഇട്ട് തടവുമ്പോൾ നല്ലൊരു ഉണർവാണ്, അത്രയും സമയം അവൻ എൻ്റെ അടുത്ത് ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, അതൊരു നല്ലതല്ല, എനിക്ക് പിന്നെ അല്ലാതെ ഇനിയിപ്പോൾ ഈ കാലത്ത് എന്താണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഓ ശരി തന്നെ, അതൊക്കെ ആയിക്കൊള്ളട്ടെ, വരുമ്പോൾ തടവിക്കാം, ഞാൻ പോയി വേറെ വെള്ളം എടുത്തുകൊണ്ടൊന്ന് ഒഴിക്കാമെന്ന് പറഞ്ഞ് പിള്ള പോകുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ അവിടെ നിർമ്മലയാണെങ്കിൽ ആകെ കരഞ്ഞ് ബഹളം വെച്ച് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. മഹേന്ദ്രൻ വരുന്നത് നോക്കി. അന്നേരം കാറ് വരുന്നുണ്ട്. അന്നേരം കാറിൽ നിന്ന് മഹേന്ദ്രൻ ഇറങ്ങുന്ന ഇങ്ങനെ വെപ്രാളത്തോടെ നോക്കി നിൽക്കുകയാണ്. അന്നേരം സ്വാമി ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്താടി നിൻ്റെ കുഞ്ഞമ്മ എന്താ വടിയായോ, അവർ സുഖമില്ലാതെ കിടക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ഒട്ടും അതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം മഹിട്ട ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താടി നിനക്ക് പറയാനുള്ളതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞമ്മ അങ്ങോട്ട് വടിയായെങ്കിൽ അവർക്ക് തണ്ടും തടിയുള്ള ആൺപിള്ളേരുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയാം. പിന്നെ നീ എന്തിനാടി പൂങ്കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചെന്നിരുന്നുകൊണ്ട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേട്ട ചന്ദ്രയെ കാണാനില്ല, ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കി, അത് എവിടെ പോയെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ എന്താ പറഞ്ഞത്, ചന്ദ്ര എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെയല്ലേ ഞാനും അങ്ങോട്ട് ചോദിച്ചത്, പിന്നെ അവളെ ഇഷ്ടമാണെന്നും പറഞ്ഞൊരു പയ്യൻ ഇവിടെ വന്നില്ലായിരുന്നു, മാന്യമായിട്ട് പെണ്ണ് ചോദിച്ച് വന്നപ്പോഴും മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു, പിന്നീട് ആലോചിക്കാമെന്നോ പിന്നെ സംസാരിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടണമായിരുന്നു. ഇതിപ്പോൾ അവനെ തള്ളി ഇറക്കി വിടുകയല്ലേ ചെയ്തത്, അപ്പോൾ പിന്നെ എൻ്റെ മോൾ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞ് നിർമ്മല ബഹളം വെച്ച് കരയുകയാണ്. അന്നേരം എടി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കുക, നമുക്ക് സമാധാനപരമായിട്ട് അന്വേഷിക്കാമെന്ന് പറയുകയാണ്. അവൾ വല്ല കൂട്ടുകാരികളുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയി കാണുമെന്നിങ്ങനെ സ്വാമി പറയുന്നുണ്ട്. അന്നേരം എല്ലാവരെയും ഞാൻ വിളിച്ച് നോക്കി, ആർക്കും ഒരു അറിവുമില്ല, ആരെയും അവൾ വിളിച്ചിട്ടുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ വീണ്ടും ചന്ദ്ര പറയുകയാണ്, കാണാതായിരിക്കുന്നത് പിന്നെ
മകളെയാണ് കാണാതായിരിക്കുന്നത്. മകൻ പോയാലും മകൾ പോയാലും പിന്നെ മഹിയേട്ടന് വാശിയാണല്ലോ വലുത്. ഇതിപ്പോൾ രാത്രി എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാകുമോ, കുറച്ച് കഴിയുമ്പോൾ പാതിരാത്രി ആവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർമ്മല ഇങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ കുറച്ചൊക്കെ ഇങ്ങനെ പേടി വരുന്നുണ്ട്. എന്നിട്ട് എന്താടോ സ്വാമി ഇപ്പോൾ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഫ്രണ്ട്സിൻ്റെ വീടും ബന്ധുക്കളുടെ അടുത്തൊക്കെ അന്വേഷിച്ച് നോക്കാം, അധികം ദൂരെയൊന്നും പോകാനായിട്ട് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അങ്ങനെ ചെയ്യുന്നിങ്ങനെ പറഞ്ഞ് സ്വാമിയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അവളെ ആ പുറമ്പോക്ക് പയ്യനെ കൊണ്ട് കെട്ടിക്കാനായിട്ട് ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ഇനി അവൾ വല്ല കടുങ്കയും ചെയ്യുക അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു എന്നിങ്ങനെ പറയുമ്പോഴാണ് നിർമ്മല പറയുന്നത്, മകൻ കാണിച്ചാലും മകൾ കാണിച്ചാലും മഹിയേട്ടൻ്റെ വാശിയല്ലേ വലുത് എന്നിങ്ങനെ എൻ്റെ മോള് എന്നും പറഞ്ഞ് ആകെ ബഹളം വയ്ക്കുകയാണ് നിർമ്മല. അന്നേരം മക്കൾ ഓരോ പുലിവാല് കാണിച്ചു വെച്ചാൽ കിടക്കപ്പുറത്ത് ഇല്ലായിരിക്കുന്നത് തന്തമാർക്കാണല്ലോ എന്ന് പറഞ്ഞ് സുഹൃത്തൊക്കെ വലിച്ച് മഹേന്ദ്രൻ ആ ഒരു ടെൻഷനിൽ തന്നെയാണ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയാണെങ്കിൽ ശിവനാണെങ്കിൽ ആ താമസിക്കുന്ന ലോഡ്ജിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം താക്കോല് വാങ്ങിക്കാനായിട്ട് റിസപ്ഷനിൽ ചെല്ലുമ്പോൾ രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അവിടെ ചന്ദ്രയും പ്രകാശനും കൂടി ശിവനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പ്രകാശനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം മോളെ ചന്ദ്രൻ നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ്. അന്നേരം ആ വീട്ടുകാരുമായിട്ട് എൻ്റെ വിവാഹം നിശ്ചയിച്ചു, ഇതാണ് പ്രകാശൻ, എനിക്ക് പ്രകാശൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എന്ത് ബുദ്ധിമോശമാണ് കാണിച്ചത്, അച്ഛൻ എന്ത് അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഒന്നിനും സമ്മതിക്കില്ല, കൊന്നുകളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ചന്ദ്രയാണെങ്കിൽ ശിവൻ്റെ കാലിലേക്ക് വീഴുകയാണ്. ഏട്ടനല്ലാതെ വേറെ ആരുമില്ല സഹായത്തിന്, അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ്റെ അടുത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ ഏട്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളെ എങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞോ, ഇപ്പോൾ ജീവിക്കാനല്ലേ അച്ഛൻ സമ്മതിക്കാറുള്ളൂ, രണ്ടുപേരും ഒരുമിച്ച് മരിക്കാനാണെങ്കിൽ അതിന് സമ്മതിക്കുമല്ലോ, അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവനാകെ വിഷമത്തിലാവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പിന്നെ പ്രകാശനും പറയുന്നുണ്ട്, ശിവേട്ട എനിക്ക് സ്വന്തമെന്ന് പറയാനായിട്ട് ആരുമില്ല, അതുതന്നെയാണ് എൻ്റെ ഒരു അയോഗ്യതയുള്ളത്, പക്ഷേ ചന്ദ്രയെ പൊന്നുപോലെ നോക്കാമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്, അല്ലാതെ അതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചു വന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ നിങ്ങളെ അവർ വച്ചേക്കില്ല, പിന്നെ ഇത് സ്നേഹത്തിന് മുന്നിൽ അങ്ങനെയുള്ള അയോഗ്യത അങ്ങനെയൊന്നുമില്ല, അച്ഛനും അമ്മയില്ല എന്നുള്ളതൊന്നും പ്രശ്നമില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ നിർമ്മല ഫോൺ വിളിക്കുകയാണ് ശിവനെ. അന്നേരം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ എടുത്തിട്ട് സ്പീക്കറിൽ ഇടുന്നുണ്ട്. നിർമ്മല ആദ്യമേ അങ്ങ് കരയുകയാണ്, ഇടാ മോനെ ചന്ദ്രയാണെങ്കിൽ കാണാനില്ല, ആ ഡോക്ടർ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്, ഞാൻ വളർത്തി വലുതാക്കിയ പെണ്ണല്ലേ, അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയൊക്കെ ഇത് കേട്ടുകൊണ്ട് കരയുന്നുണ്ട്. ശിവനൊന്നും പറയാൻ നിൽക്കുന്നില്ല, പ്രകാശനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം മോൻ നീ ഇവിടം വരെ ഒന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ വരില്ലേടാന്ന് പറഞ്ഞ് ഹലോ ഹലോ ശിവനൊന്നും മിണ്ടായിരിക്കുമ്പോൾ തിരിച്ച് ഹലോ ഹലോ എന്നിങ്ങനെ നിർമ്മല ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വരാം അമ്മേ, ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ നിർമ്മല ഒരു ആശ്വാസത്തിൽ ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ വീണ്ടും നോക്കിയാണ്, കണ്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ചന്ദ്ര ഇങ്ങനെ ശിവൻ്റെ കാല് പിടിക്കുന്നുണ്ട്. ഏട്ടനല്ലാതെ വേറെ ആരുമില്ല ഞങ്ങളുടെ സഹായത്തിനായിട്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രകാശൻ്റെ കൂടെ അല്ലാതെ മറ്റാരുടെയും കൂടെ ജീവിക്കാനായിട്ട് കഴിയില്ല, ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവൻ വീണ്ടും ചന്ദ്രയെ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം, നിങ്ങൾ എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, അതുവരെ മുകളിൽ എൻ്റെ മുറിയിലേക്കിരുന്നോ, എന്തെങ്കിലും നോക്കിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശിവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താണ് വഴി എന്നുള്ളത്. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ശാലിനിയാണെങ്കിൽ റൂമിലിങ്ങനെ കട്ടിലിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സ്റ്റേഷൻ പറഞ്ഞ ആരും ആലോചിക്കുന്നുണ്ട്, ഹൃദയം ഉൾപ്പെടെ 5 അവയവങ്ങൾ ദാനം ചെയ്തു എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അന്നേരം അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ പിന്നെ അച്ഛനെ കുറിച്ച് ഓർമ്മിച്ചായിരിക്കും, എന്തായാലും നമുക്ക് കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 കുട്ടികളും കൂടി കട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അന്നേരം അമ്മേ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം രണ്ടുപേരും മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു കണ്ടിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ ഒരു കുട്ടികളുടെ സംസാരത്തിൽ ശാലിനിക്ക് വിഷ്ണുവിനോട് എന്തോ ഒരു ദേഷ്യം അവിടെ വരികയാണ് ചെയ്യുന്നത്, ആ ഒരു പെട്ടെന്നുള്ളൊരു ക്ഷോഭത്തിൽ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. പിന്നെ ശിവനാണെങ്കിൽ അവിടെ ആ ഒരു വിവാഹം നടത്താനായിട്ട് ശ്രമിക്കും, അതിന് മഹേന്ദ്രനെ എന്തൊക്കെ പണിയൊപ്പിക്കും എന്നുള്ളതാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.